ഇല്ലാട്ടുള്ള നമ്മുടെ വയനാട് ദുരന്തം സംഭവിച്ച സമയത്ത് കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാനൊക്കെ കുറെ ചേച്ചിമാർ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് വെച്ചാൽ നമ്മൾ ഒന്നടങ്കം ആ ഒരു ദുരന്തം വന്ന സമയത്ത് ഒന്നടങ്കം കൈകോർത്താണ് മലയാളികളില്ലാതെ മലയാളികൾ മാത്രമായി എല്ലാവരും സഹായിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. ഇല്ലാട്ടെ ആ സമയത്താണ് നമ്മുടെ കുറെ കഴപ്പുകളികൾ കമന്റിട്ടവന്മാര് നമ്മൾ അതിനു മുമ്പ് അവർക്കൊരു വീഡിയോ ചെയ്തില്ലടല്ലേ. എന്താ വെച്ചാൽ അതിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി എന്നതിന് അങ്ങനത്തെ കുറെ വാക്കുകളൊക്കെ ഉപയോഗിച്ചു. ക്ഷമിക്കണമെങ്കിൽ എന്താ വെച്ചാൽ ആരായാലും ആ സമയത്ത് അങ്ങനെ തെറിയൊക്കെ പറഞ്ഞു പോകും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കും പറ്റില്ല പിടിച്ചേക്കാം. എന്താ വെച്ചാൽ ഇമാതിരി ഒരു അവസ്ഥ വരുന്ന സമയത്ത് അവന്റെ ഒരു കോണത്തിൽ ഡയലോഗും കമന്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും അവനെ കൈ കിട്ടിയ പഞ്ഞിക്കിടും, ചിലപ്പോൾ കിട്ടണത് കിട്ടും. അപ്പോൾ ഇന്നാളെ ഞാൻ ന്യൂസ് കേട്ടില്ലടല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബാഡ് കമന്റ് ഇട്ടവനെ വീട്ടിൽ കയറി വെട്ടിയെന്ന്. സംഭവം കൈകാര്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും തല്ലി ബോധിപ്പിച്ചു വിടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന കാര്യമൊന്നും ഇല്ലല്ലേ. പക്ഷെ എന്താണ് ജനങ്ങളുടെ ആ ഒരു സ്പിരിറ്റ്, അത് കിട്ടേണ്ടത് അയാൾ അർഹിക്കപ്പെടുന്നു. അത് ഈ ഇമാതിരി കമന്റ് കിട്ട അയാൾ അർഹിക്കപ്പെടുന്നു. അപ്പൊ അയാൾ കിട്ടേണ്ടത് കിട്ടിയില്ലല്ലേ, അതൊരു വഴിക്ക്. അപ്പൊ നമ്മുടെ ഒരു മുലപ്പാലിന്റെ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ കുട്ടികൾ കൊടുക്കുന്നു അങ്ങനത്തെ എത്ര കിട്ടുന്നൊക്കെ പറഞ്ഞ ഒരാൾ കമന്റ് ഇട്ടില്ലല്ലേ. അയാൾക്ക് കണ്ണൂര് സംഭവം ആൾക്ക് വേണ്ട കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട് ആൾക്കാര്. അപ്പൊ ആളെന്നെങ്കിലല്ല എന്തായാലും ഞാൻ വന്നിട്ട് പറഞ്ഞു. എന്താ വെച്ചാൽ ഫേസ്ബുക്കിൽ അയാൾക്ക് വീഡിയോ ഇട്ടു. എന്താ വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ അറിയാതെ ചെയ്തതാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കൂ, എന്റെ മക്കള് പുറത്ത് പോകണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആളെന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്തിടല്ലേ. സംഭവം ഓൾറെഡി കമന്റ് ഒക്കെ മൊത്തം നെഗറ്റീവ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് കമന്റ് ഇട്ട് മാലിക്കണം, നമ്മൾ വാവിട്ട് വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നിട്ടില്ല. അതിനാണ് സംഭവം കേട്ടില്ല. അപ്പൊ ഞാൻ അത് പ്ലേ ചെയ്യാൻ ആൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചതാണ്, അവരൊട്ട് തെറ്റാണ് ഞാൻ ചെയ്തത്, അത് ഞങ്ങൾക്ക് എന്താ വേണ്ടിട്ട് ചെയ്യുക, മാപ്പ് തന്നെ പറയാം, അല്ലെങ്കിൽ കാലിൻ്റെ ചോട്ടിലൊന്ന് പറയാം, എന്താ ഞാൻ ചെയ്യുക, എനിക്കതല്ല യാതൊരു നിവൃത്തിൻ്റെതില്ല. ഞാനിപ്പോൾ സത്യം പറയുകയാണ്, ഇപ്പോൾ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. എൻ്റെ മക്കൾ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാണ്. ഞാൻ അന്ന് ഒരു പോസ്റ്റ് വന്നു. ആ പോസ്റ്റ് രണ്ട് ഇതാ വന്നു. ഒന്ന് കുട്ടികളുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ദുരന്തം കൊണ്ടുപോകുന്നില്ല പോസ്റ്റും, തൊട്ട താഴെ ഇങ്ങനെ ഈ വൈഫ് മുലപ്പാൽ കൊടുക്കുന്നില്ല പോസ്റ്റും വന്നപ്പോൾ ഞാൻ എന്ത് കരുതി, അത് ഒരാളാണെന്ന് ഒരു ആൾ പോസ്റ്റ് ചെയ്താണ്. അതായത് കളിയാക്കി പോസ്റ്റ് ചെയ്യാമെന്നില്ല, ഒരൊറ്റ തെറ്റിദ്ധാരണേൻ്റെ പുറത്താണ് ഞാൻ അതിന് മറുപടി തന്നത്. കാരണം ഞാൻ വയനാട്ടുകാരെ കൂടുതൽ ആ ദുരന്തത്തിനെ ദുഃഖിക്കുന്ന ആൾ തന്നെയാണ് ഞാനും. അപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കമൻ്റ് ഇടുന്ന ആളല്ല. ഇനി വേണമെങ്കിൽ എൻ്റെ ഇതിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ എല്ലാവരും അങ്ങനെ എതിർക്കുന്ന ആളാണ്. പക്ഷേ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അപ്പം അതിനപ്പം മറുപടി വിട്ടതാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിറ്റേന്ന് അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തു. ഇതിൽ ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചതാണ്, അവരൊട്ട് തെറ്റാണ് ഞാൻ ചെയ്തത്, അത് ഞങ്ങൾക്ക് എന്താ വേണ്ടിട്ട് ചെയ്യുക, മാപ്പ്. കാരണം എല്ലാവരോടും അന്വേഷിച്ചാൽ അറിയാം, അതുകൊണ്ടാണ് മാപ്പ് എല്ലാ കേട്ടലവിലുള്ള അതുകൊണ്ടാണ് മാപ്പ്. ആൾ ക്ഷമിക്കരുത്, ആളെ കാലി വീഴാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ ഇനി ക്ഷമിക്കുക. ഇനിയിപ്പോ ഒറ്റ കാര്യം ആളോട് പറയാനുള്ളൂ, ഇതുപോലുള്ള ഇമാതിരി കോണത്തിൽ കമന്റ് ഇടാതിരിക്കുക. ഇട്ട് കഴിഞ്ഞാട്ടല്ലോ ഇനിയിപ്പോ തല്ല കിട്ടുള്ളൂ. ഇനിയിപ്പോ കളി മാറും. കാര്യം പറയല്ലോ, ഒരാള് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ ദുരിതം സംഭവിച്ചിരിക്കുന്ന സമയത്ത് ആൾ ഫുൾ വൈബായിട്ട് നടക്കാനുള്ളൂ. അപ്പൊ ആൾക്ക് ഇങ്ങനത്തെ കമന്റ് ഒക്കെ തോന്നും. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ആള് തെറ്റ് മനസ്സിലാക്കിയില്ല. അപ്പൊ ഇനിയിപ്പോ ഇനിയും ക്ഷമിക്കുക, ആള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആളെ ഇനിയിപ്പോ ഉപദ്രവിക്കാതിരിക്കുക. അത് പറയാനുള്ളത് വെച്ചാൽ ആള് തെറ്റ് മനസ്സിലാക്കി, ആളുടെ മക്കളൊക്കെ പറഞ്ഞു പുറത്ത് പോകണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയി നാണക്കേടാണില്ല. സത്യം പറയില്ല, ഇമാതിരിയൊക്കെ പിന്നെ ഒന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ചോദിക്കട്ടെ. പണ്ട് കാര്യമില്ലല്ലേ, എന്തോ ആള് തെറ്റ് മനസ്സിലാക്കി. ഇനിയെങ്കിലും അയാൾ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. ഇനിയിപ്പോ നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇങ്ങനെ പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക, പാവം പോട്ടെ. ഇനിയിപ്പോ എന്തായാലും ആളറിയാതെ കമന്റ് ഇട്ട് പോയി, ആൾ ഡിലേറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഇനി വേണമെങ്കിൽ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ലല്ലേ. ആൾ തെറ്റ് മനസ്സിലാക്കി. നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി അത് പുറക്കാനുള്ളൊരു നമുക്കൊരു മനസ്സ് വേണം കേട്ടല്ലോ. അപ്പൊ അതേ പറയാനുള്ളൂ. ഇനിയിപ്പോ അങ്ങനെ കമന്റ് ഇനി ബാഡ് കമന്റ് ഇടാതിരിക്കട്ടെ, ആൾക്ക് അങ്ങനെ തോന്നാതിരിക്കട്ടെ. തോന്നിയ പണി പാളും, അതേ പറയാനുള്ളൂ. പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പൊ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. കാര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ആ ഒരു നിയമം വഴി ഞാൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടി ജനങ്ങൾ ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയില്ലല്ലേ. അത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ജനങ്ങൾ എതിരെ എന്ത് പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ എതിരെ പ്രതികരിക്കാൻ തുടങ്ങി. നല്ലതാണെങ്കിൽ അവിടെ ജനാധിപത്യ രാഷ്ട്രമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ തന്നെ പ്രതികരിക്കണം, എന്നാലേ ഉള്ളൂ ഇല്ലല്ലേ. അപ്പൊ അതേ പറയാനുള്ളൂ.